പുഴുക്കിനപ്പം ചേമ്പുന്താള് ഇതേതാ വലിയ ചേമ്പ ചെറുതോ? പാൽച്ചേമ്പ് ആ വലുതല്ലേ. അപ്പോൾ പുഴുക്കുണ്ടാക്കാൻ വേണ്ടി നമ്മളെടുത്ത ഐറ്റംസ് എന്തൊക്കെയാണ്? കപ്പ, ചേമ്പ്, ചേന, ചേമ്പുന്താള്, കുമ്പളങ്ങ, പിന്നെ വൻപയർ അല്ലേ, പിന്നെ വാഴയ്ക്ക പച്ച വാഴയ്ക്ക അല്ലേ. അയ്യവാ വാഴയ്ക്ക. അപ്പം ഇത്ര ഐറ്റംസ് ആണ്. ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാച്ചിലും കൂടെ ചേർക്കണം അല്ലേ. കാച്ചിലും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. പക്ഷെ നമുക്ക് കാച്ചിൽ കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ പഴയ പോലെ കൃഷിയൊന്നും ഇല്ലല്ലോ. ആകെ ഇപ്പോൾ ഇത്രയും ഐറ്റംസിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയതാകെ ചേമ്പുതാൾ മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം പുറത്തുനിന്ന് വാങ്ങിയതാണ്. ആദ്യം തന്നെ വൻപയർ വെള്ളത്തിൽ നല്ലോണം കഴുകിയിട്ട് കുക്കറിലിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ കപ്പ ഒഴിവായിട്ടുള്ള ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും എന്ത് ചെയ്തു, അത് അരിഞ്ഞ് സെപ്പറേറ്റ് ആക്കി. ഇപ്പോൾ പൂച്ചക്കുട്ടി ഇങ്ങനെ കണ്ടുകൊണ്ട് എന്താ പരിപാടി എന്നുള്ളത്. കപ്പ വേവ് കൂടുതലായതുകൊണ്ട് സെപ്പറേറ്റ് ആണ് കേട്ടോ വേവിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വൻപയർ വെന്ത് റെഡിയായി. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച കപ്പ ഒഴിവായിട്ടുള്ള ബാക്കി എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ നല്ലോണം എന്ത് ചെയ്യുക, ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ കപ്പ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ കപ്പയും എന്ത് ചെയ്യുക, വേവിക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ തിരുമിയതും കാന്താരി മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇത്ര ഐറ്റംസ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം എന്ത് ചെയ്യുക, ചതച്ചെടുക്കുക. പച്ചക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച കപ്പയും കൂടെ എന്ത് ചെയ്യുക, നല്ലോണം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ചതച്ച് വെച്ച അരപ്പും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നല്ലപോലെ തുടുപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇന്ന് ട്രൈ ചെയ്യാൻ അമ്മയ്ക്കായിട്ട് കൊടുത്ത്. അമ്മ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. എല്ലാവരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത്